2024 കൊടുങ്ങൂർ മീനപ്പൂരത്തോടനുബന്ധിച്ചുള്ള പിടിയാന ഗജമേളയാണ് ഇന്നിവിടെ നടക്കുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ പിടിയാന ഗജമേള എന്ന ശ്രദ്ധ നേടിയ കൊടുങ്ങൂരിലെ പിടിയാന ഗജമേളയാണ് ഏകദേശം 3 മണിയാകുമ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. കേരളത്തിലെ എണ്ണം പറഞ്ഞ 9ഓളം ഗജസുന്ദരിമാരാണ് ഇന്നിവിടെ അണിനിരക്കുന്നത്. തോട്ടക്കാട് പാഞ്ചാലി, തോട്ടക്കാട് കുഞ്ഞുലക്ഷ്മി, വേണാട്ടുമറ്റം കല്യാണി, പ്ലാത്തോട്ടം ബീന, പ്ലാത്തോട്ടം മീര, ചാന്താനിക്കാട് ശീലം എന്നിങ്ങനെയുള്ള ഗജറാണിമാരുടെ മട്ടത്തിലുള്ള 9ഓളം ഗജ മഹാറാണികൾ തന്നെയാണ് നമ്മുടെ കൊടുങ്ങൂരമ്മയുടെ ഇടമ്പേറ്റാനും 2023 ആദ്യമായി കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗജമേള, അതായത് പിടിയാനപ്പൂരം ആസൂത്രണം ചെയ്യാനായിട്ട് ക്ഷേത്രോപദേശ സമിതി തീരുമാനിച്ചു. അക്ഷരാർത്ഥത്തിൽ രാജ്യാന്തര ശ്രദ്ധ നേടത്തക്ക രീതിയിലുള്ള അതിവിപുലമായ പരിപാടികളായിരുന്നു നമ്മൾ ആവിഷ്കരിച്ചത്. നമ്മൾ വിചാരിച്ചതിലും 10 മടങ്ങ് പബ്ലിസിറ്റിയും മറ്റു കാര്യങ്ങളും ആ ഗജമേളയ്ക്ക് നമുക്ക് ലഭിക്കുകയുണ്ടായി. 2024 അതിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ നടത്തുമ്പോൾ പൂർവാധികം ഭംഗിയാക്കുക എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു നമ്മൾ ആ ഗജമേള നമ്മൾ 2021 മേളിൽ കൊണ്ടുവരിക എന്ന് വിചാരിച്ചപ്പോൾ. അതിനു വേണ്ടിയിട്ട് മുൻ വർഷങ്ങളിലെ ബാലിശമായിട്ടുണ്ടായിട്ടുള്ള പല അപാകതകളും പരിഹരിച്ചിട്ട് എല്ലാം കുറ്റമറ്റ രീതിയിലാക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഈ വർഷം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ നാട്ടാന പരിപാലന ചട്ടങ്ങൾ പാലിക്കത്തക്ക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ആനപ്രേമികൾക്ക് ഈ ഗജമേള ആസ്വദിക്കാൻ തക്ക വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ ചില പാളിച്ചകൾ അങ്ങനെ ഉണ്ട്. അതിൽ നിന്ന് എക്സ്പീരിയൻസ് ഉൾക്കൊള്ളുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ ഈ പരിപാടികൾ നമ്മളിവിടെ ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2023 വന്ന് ഷൂട്ട് ചെയ്ത അമ്പലമാണ്. ഇപ്പോൾ 2024 ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ് ഗജമേള ഷൂട്ട് ചെയ്യാൻ. അപ്പം കഴിഞ്ഞ കൊല്ലം നമ്മൾ ആദ്യമായിട്ടായിരുന്നല്ലോ പൂരം നടത്തിയത്. പെണ്ണാനപ്പൂരം ലോകത്ത് ആദ്യമായിട്ട് നടത്തുന്ന അമ്പലം കേരളത്തിൽ എന്തായാലും ആദ്യമായിട്ടായിരുന്നു. കേരളത്തിൽ തന്നെ ലോകത്തിൽ തന്നെ പിടിയാനപ്പൂരം, പിടിയാന ഗജമേള എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരുന്നു. പിടിയാനകളെ എഴുന്നള്ളിക്കുന്ന പല ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഈ ഗജമേള എന്ന് പറയുന്നത് കൊമ്പന്മാർക്ക് മാത്രമേ ഉള്ളൊരു സംവിധാനമാണ്. ആ രംഗത്തേക്ക് പിടിയാനകളെ കൂടി എത്തിച്ച് പെൺപൂരം എന്ന രീതിയിൽ പേരെടുക്കാനായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. അക്ഷരാർത്ഥത്തിൽ കൊടുങ്ങൂർ പൂരം പെൺപൂരത്തിൻ്റെ പേരിൽ ഇപ്പോൾ ലോകശ്രദ്ധയാർജിച്ചു. നമ്മുടെ നാട് പോലെ ലോകശ്രദ്ധയാർജിച്ചത് ഈ പെൺപൂരത്തിൻ്റെ പേര്. എൻ്റെ പേര് റനീഷ് കുമാർ, ക്ഷേത്രോപദേശ സമിതിയുടെ സെക്രട്ടറിയാണ്. താങ്ക് യു.